ഹലോ ഗായ്സ്, നഴ്സിംഗ് സ്റ്റഡി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിന് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും. കാരണം എങ്ങനെയാണ് അവരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നമുക്ക് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റുഡൻസ് തന്നെ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ കോളേജിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. മീൻസ് ഞാൻ എങ്ങനെയാണ് ചെയ്തത്. നമ്മളോട് കോളേജിൽ നിന്ന് പറഞ്ഞത് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ, നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ട ഒരേ ഒരു കാര്യമാണ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫോട്ടോ. അത് മാത്രമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്യാവശ്യമാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള നമ്മുടെ ഒരു ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ട ബേസിക് കുറേ വിവരങ്ങൾ, അത് നമുക്ക് തന്നെ അറിയാവുന്ന കുറേ വിവരങ്ങളാണ്. അവർ ചോദിക്കും നമ്മൾ ഏത് കോഴ്സാണ്, അത് BSc നഴ്സിംഗ് കോഴ്സ്, ജെൻഡർ ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ്, ആപ്ലിക്കേഷൻ നമ്പർ, അതൊക്കെ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റ്, ഏത് ഡിസ്ട്രിക്റ്റിലാണോ ആ ഡിസ്ട്രിക്റ്റ്, ഫോൺ നമ്പർ, ഇമെയിൽ, നാഷണാലിറ്റി ഇന്ത്യൻ ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻറ്റിൻ്റെ നെയിം, നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിൽ പഠിച്ചവരുടെയാണ്. എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശ്ശൂർ, അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ 2024 ഫൈനൽ എക്സാം റിസൾട്ട് ഡേറ്റ് എന്ന് പറയുന്നത് 29/5/2024 എന്ന് വെച്ചാൽ 29/5/2024. പീരീഡ് ഓഫ് ട്രെയിനിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രെയിനിങ് ഫ്രം October 2009 to May 2024 ആണ് നമ്മുടെ പീരീഡ് ഓഫ് ട്രെയിനിങ്. ഫ്രം October 2019 to May 2024. അത് കഴിഞ്ഞിട്ട് സെഷൻ ഓഫ് ഫൈനൽ എക്സാം ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ May 2024 ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടത്. ഒരിക്കലും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വേണമെന്നില്ല. ഇനി നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഫീസ് വരുന്നത് 500 rupees ആണ്. നമ്മൾ 500 rupees പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ എക്സ്ട്രാ ചാർജ്, അത് ഓരോ കഫ അല്ലെങ്കിൽ അക്ഷയ അതിനെ ബേസ് ചെയ്തിരിക്കും. എക്സ്ട്രാ ചാർജ് 500 rupees ആണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ഈ ഒരു പ്രിൻ്റ് ഔട്ടിലായിരിക്കും നമുക്ക് വേണ്ട കോഴ്സ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ തന്നെ ആ പ്രിൻ്റ് ഔട്ടിൽ കാണും. പിന്നെ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ എന്തൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷനും ഉണ്ട്. അപ്പം നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ്റെ പേപ്പർ ആവശ്യമില്ല. അത് നമുക്ക് എടുത്ത് നമുക്ക് സൂക്ഷിക്കാം. അത് നമുക്ക് കോളേജിൽ കൊടുക്കേണ്ട. ബാക്കിയുള്ള എല്ലാ പേപ്പറുകളും അതുപോലെ നമ്മൾ കോളേജിൽ കൊടുക്കണം. അപ്പോൾ കോളേജിൽ കൊടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾക്ക് കോളേജിൽ നിന്ന് നേരത്തെ കിട്ടിയ ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കാണും. അപ്പോൾ ആ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. നമ്മുടെ SLCയുടെ ഒരു പ്രിൻ്റ് ഔട്ട്, +2, +1, +2ൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ 4th ഇയറിലെ മാർക്ക് ലിസ്റ്റ്, 4 വർഷത്തെയും മാർക്ക് ലിസ്റ്റ്, ഇനി 4ാമത്തെ വർഷത്തിൻ്റെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി, അതിൻ്റെ കോപ്പി എടുത്താൽ മതി. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനോടൊപ്പം വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പ്രിൻ്റ് ഔട്ട് കണ്ടോ, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ നമുക്ക് അക്ഷയയിൽനിന്നോ കഫേയിൽ നിന്നോ കിട്ടിയ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ സിഗ്നേച്ചർ എന്നുണ്ട്. അതിൽ നമുക്കൊരു സിഗ്നേച്ചർ ഇടാം. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിക്കകത്ത് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതി നമ്മൾ ഒരു സിഗ്നേച്ചർ ഇടണം. SLCയുടെ കോപ്പിക്കകത്തും സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതി സിഗ്നേച്ചർ. അതുകൊണ്ട് തന്നെ +2ൻ്റെ കോപ്പിക്കകത്തും ഇതുകൊണ്ട് തന്നെ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതിയിട്ടുള്ള സിഗ്നേച്ചർ നമ്മൾ ഇടേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 4th ഇയറിലെ 4 വർഷത്തെയും സർട്ടിഫിക്കറ്റിലും നമ്മൾ അതിൻ്റെ കോപ്പിയിലും നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതിയിട്ട് ഒപ്പിടേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സും കൂടി പിൻ ചെയ്ത് നമ്മുടെ കോളേജിൽ കൊണ്ട് കൊടുത്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ കോളേജിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.